Hi guys, welcome back to my channel. ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ ലാസ്റ്റ് കുക്കിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ പ്രോൺസ് ബിരിയാണി റെസിപ്പി ഞാൻ പറഞ്ഞുതരാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, പ്രോൺസ് ബിരിയാണീൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സോ വീണ്ടും ഐ എം ബാക്ക് വിത്ത് അമ്മ. സോ ഇന്ന് അമ്മേൻ്റെ സ്പെഷ്യൽ പ്രോൺസ് ബിരിയാണിയാണ്. അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണികളിൽ ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി, പ്രോൺസ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ലതും എല്ലാവരും എപ്പോഴും നല്ലതാണെന്ന് പറയുന്നതും പ്രോൺസ് ബിരിയാണി കേട്ടോ. അപ്പോൾ ആദ്യം എന്താ ചെയ്യണ്ടേ? ആദ്യം ചെമ്മീനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കുരുമുളകും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. പിന്നെ ഇനി ആദ്യം നമ്മൾ റൈസ് ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ, ഇത് എത്ര കപ്പ് റൈസ് ഉണ്ട്? ഇത് നമ്മൾ 2 കപ്പ്. നമ്മൾ ഏത് കപ്പിനാണ് അരി എടുക്കുന്നത് അതിന് ഇരട്ടി വെള്ളം ഒഴിക്കുക. 1 കപ്പാണെങ്കിൽ 2 കപ്പ്. ഓക്കെ, സോ ഇത് 2 കപ്പ് അരി ഉള്ളതുകൊണ്ട് 4 കപ്പ് റൈസാ. ജീരകശാല റൈസാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം 4 കപ്പ് വെള്ളം ഒഴിക്കണം അല്ലേ? ഇത് ഇതിനകത്തൂടെ അല്ല, ആദ്യം തന്നെ അത് ഇടല. ഇത് എൻ്റെ ലേണിംഗ് പ്രോസസ്സാണ്. ഓക്കെ, എനിക്കിതൊന്നും അറിയില്ല. അപ്പം ഞാൻ ഈ ഒരു സീരീസിന് ഇതൊരു സീരീസ് ആക്കാമെന്ന് വിചാരിച്ചു, ഈ ഒരു കുക്കിംഗ് സംഭവം. എന്നിട്ട് ഞാൻ അതിനൊരു പേര് ഇട്ടു, ലേൺ വിത്ത് ജാൻവി. ഓക്കെ, അപ്പം നിങ്ങൾ എൻ്റെ കൂടെ പഠിക്കൂ, ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആദ്യം നമ്മൾ ഗീ ഇട്ടു. എത്ര ഇടണം? പിന്നെ ഒരു 1.5 സ്പൂൺ ഇടുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അല്ലേ? ടേബിൾ സ്പൂൺ ആണ്. ഇനി അതിലോട്ട് എനിക്കറിയില്ല, ഞാൻ എൻ്റെ കണക്കിന് ഉണ്ടാക്കുന്നതാ. ഓക്കെ, അതിലേക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കണേ. പട്ട, ഏലക്കായ്. ഗ്രാമ്പു, പട്ട, ഏലക്കായ് ഇട്ടു. ഓക്കെ, അപ്പം നമ്മൾ കുക്കറിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യും ഇട്ടു, ഗ്രാമ്പു, പട്ട, ഏലക്കായും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ അരിയിടും. എന്നിട്ടൊന്ന് വയറ്റും. ഓക്കെ, അരി ഇട്ടിട്ട് വയറ്റണം. കുക്കറിലാണ് റൈസ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം പൊട്ടി, ഗ്രാമ്പു, പട്ട, ഏലക്കായൊക്കെ പൊട്ടി. അപ്പം അതിലേക്ക് നമ്മൾ കഴുകി വെള്ളം എല്ലാം കരിച്ച് വെക്കണം കേട്ടോ. അരിപ്പയിലിട്ടിട്ട് അരി ഇതിലേക്ക് തട്ടുക. നമ്മൾ ഓൾറെഡി അരിയൊക്കെ കഴുകി അതിനകത്ത് നിന്ന് വെള്ളമൊക്കെ കംപ്ലീറ്റ്ലി ഊറ്റി എടുത്തേക്കുവാണ്. ഇനി ഇതിപ്പോൾ ചൂടായതിലോട്ട് നമ്മൾ അരി ഇട്ടു. ഇനി ഇതൊന്ന് വയറ്റണം അല്ലേ? ഇപ്പം തന്നെ ഗീൻ്റെ നല്ല മണം. കുറച്ചും കൂടെ ഗീട്ട കുറച്ചും കൂടെ നല്ല മണമാണ്. ഇത് ആരടുത്തുനിന്ന് അമ്മ പഠിച്ചേ ഈ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ? ഞാൻ വിജയ ആൻറ്റീൻ്റെ അടുത്ത്. ഓക്കെ, എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സനുമാമൻ. സനുമാമൻ്റെ വൈഫ് നല്ല അടിപൊളി കുക്കാണ്. ഞാൻ അതുപോലെ ഒന്നല്ല ഇപ്പം ഉണ്ടാക്കുന്നത്, ഇപ്പം എൻ്റെ ഇഷ്ടത്തിൽ ഉണ്ടാക്കാം. പഠിച്ചത് വിജയാൻ്റീൻ്റെ അടുത്ത് നിന്ന് അത്രേ. വിജയാൻ്റി ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും ഓരോരോ, ഇപ്പം കുറേ തോന്നുന്നു കാണാത്ത, മുന്നേ കുറച്ച് നാൾ മുന്നേ വരെ എല്ലാ ദിവസവും ഓരോരോ പുതിയ ഡിഷസൊക്കെ ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. വിജയാൻ്റിക്ക് ആക്ച്വലി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം അല്ലേ? നല്ലതായിട്ട് കുക്ക് ചെയ്യും, എല്ലാം കുക്ക് ചെയ്യും, ബേക്ക് ചെയ്യും അല്ലേ, എല്ലാം ഉണ്ടാക്കും. നമ്മൾ ദുബായിലുള്ള സമയത്ത് ഇടയ്ക്ക് വീക്കെൻഡൊക്കെ അവിടെ പോകുമ്പം എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നല്ല കുക്കാണ്. അരി ഇപ്പം കുറച്ച് കണ്ടില്ല, എണ്ണ കരിയിൽ നല്ലോണം ഇങ്ങനെ പിടിച്ചിട്ട് വന്നിട്ടുണ്ടല്ലേ, ഒരു മൊരിഞ്ഞ പോലെ. ഓക്കെ, ഒരു ഫ്രൈ ആയ പോലെ ഉണ്ട് ഇപ്പൊ റൈസ് കാണാൻ. അധികം ഫ്രൈ ആവരുത്, ജസ്റ്റ് ഒന്ന് കളറിങ്ങനെ. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇനി അതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. അതായത് ഇപ്പോൾ 2 ഗ്ലാസ് ആ വെള്ളത്തിന് അതേ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഓക്കെ, നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ ആ അരി എടുത്ത് സെയിം ഗ്ലാസ്സിൽ തന്നെ 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് ചൂടാക്കി വെച്ചതാണ്. അപ്പം അത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു. തിളപ്പിച്ചിട്ട് തന്നെ ഒഴിക്കണേ. തിളപ്പിച്ചിട്ട് തന്നെ ഒഴിക്കണം വെള്ളം.
ഇനി നമ്മൾ അടച്ചു വെക്കും അല്ലേ? ഉപ്പിടണം. ഓ സോറി, ഉപ്പ് ഇടണം. ഉപ്പ് എത്ര ഇടണം? നമ്മുടെ ഉപ്പ് നമ്മൾ നോക്കിയിടുക. ഇപ്പൊ ഞാൻ ഒറ്റക്കല്ല് ഉണ്ടാക്കുമ്പോ ഇത്രയൊന്നും അരി വേണ്ടല്ലോ. ഒറ്റ ഗ്ലാസ് മതി. 1 ഗ്ലാസ് വേണം. നീ എടുക്കുന്ന ഗ്ലാസ്. ഞാൻ ഇപ്പം നമുക്ക് 4 ആക്കാൻ ഉണ്ടാക്കിയത്. ഞാൻ അമ്മ, അച്ഛൻ, അമ്മമ്മ. ഉപ്പിട്ടു. ഇനി നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെക്കും. അപ്പൊ ഇനി റൈസ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചെമ്മീന്റെ മസാല ഉണ്ടാക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്യണം ആദ്യം. ഓക്കെ, ചെമ്മീൻ ഫ്രൈ ചെയ്യണം ആദ്യം. കുക്കറിന്റെ വെയിറ്റ് ഇട്ടു. ഇനി ഒറ്റ വിസിലടിക്കുക. വിസിലടിച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ കുക്കർ തുറക്കുക. എന്താ വെച്ചാൽ ചോറ് അല്ലെങ്കിൽ പറ്റിപ്പോവും നേരത്തെ ആക്കി വെച്ചിട്ടില്ലെങ്കിൽ. അതിന് ശേഷം ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചെമ്മീൻ മസാല ഉണ്ടാക്കും. അപ്പോൾ റൈസിനെ നമ്മൾ അപ്പുറം സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അതവിടെ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഇനി ഫ്രൈ ചെയ്യാം ചെമ്മീൻ. ആദ്യം ഓയിൽ ഒഴിക്കണ്ടേ? നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവില്ല ബിരിയാണി. ഓക്കെ, അപ്പോൾ വലിയ ചെമ്മീൻ ബിരിയാണി ആക്കണം. ഇത് അത്ര വലിയതല്ല. നമ്മൾ യൂഷ്വലി ഇതിനേക്കാളും വലിയ ചെമ്മീനാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഇത് എനിക്ക് ഇപ്രാവശ്യം ഇതേ കിട്ടിയുള്ളൂ. പക്ഷെ ഇതും വലുത് തന്നെയാണ്. പക്ഷെ ഇതിനേക്കാളും വലുതാ വെക്കാറ് യൂഷ്വലി. ഓക്കെ, എണ്ണ ചൂടായിട്ടല്ലേ നമ്മൾ ചെമ്മീൻ ഇടണ്ടേ? എണ്ണ ചൂടായി തള വരുന്നുണ്ട്. കുഞ്ഞി കുഞ്ഞി തള വന്നു. അപ്പോൾ ഇനി നമുക്കതിലോട്ട് ചെമ്മീൻ ഇടാം. നമ്മളെ കുക്കർ ഒരു വിസിൽ അടിച്ചു. അപ്പം ഞാനത് പോയി ഓഫ് ചെയ്തു. ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചെമ്മീൻ. എനിക്ക് ചെമ്മീൻ, ഞണ്ട്, കല്ലുമ്മക്കായ, പിന്നെന്താ ഇളമ്പക്ക. പക്ഷെ നമ്മളെ നാട്ടിൽ പറയുന്ന പേരെല്ലാം തോന്നും മറ്റു നാട്ടിൽ പറയുന്നത് അല്ലേ? കക്കയിറച്ചി ഡിഫറെൻ്റ് അല്ലേ? തോന്നുന്നു. 2 സാധനമില്ലേ, ഇളമ്പക്ക, കക്ക. എനിക്ക് അറിയില്ല അതിനെന്താ പറയുന്നത്. എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ ഞാൻ കഴിക്കുന്നത് ഇപ്പം? പക്ഷേ മീനും കഴിക്കലുണ്ട്. പണ്ട് ഇതൊക്കെ കഴിക്കുള്ളൂ, ചെമ്മീൻ, ഞണ്ട്. ഞണ്ടൊക്കെ ഞാൻ നല്ല വൃത്തി കൂട്ടും. ഭയങ്കര ക്ഷമയാതിരുന്നു കൂട്ടാൻ. മുള്ളൻ. പണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ അതായിരുന്നു, മുള്ളൻ. നമ്മളെ നാട്ടിൽ മുള്ളൻ എന്ന് പറയും, ബാക്കിയുള്ള നാട്ടിലൊക്കെ എന്താ പറയാൻ എനിക്കല്ല. ഭയങ്കര തിന്നൊരു മീൻ. അതിനകത്ത് നിറച്ച് മുള്ളായിരിക്കും, അതിനകത്ത് ഫ്ലഷ് കുറവായിരിക്കും. തിരിച്ചിടണേ ചെമ്മീന. ഇതിൻ്റെ ഒരു ഭാഗമായി അധികം വേവിക്കണ്ട, കുറച്ച് മസാലയിലിട്ട് നമ്മൾ വേവിക്കും. ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളി വഴറ്റുക. അപ്പം ആ ഒരു ടേസ്റ്റ് വരും, ഫ്ലേവർ വരും. നല്ല മണമുണ്ട് ചെമ്മീൻ വറക്കുന്നതിൻ്റെ. എനിക്കിഷ്ടമാണ് ചെമ്മീൻ ഫ്രൈ. ഇത് നമ്മൾ ഇത്തിരി സമയം ഇതിൻ്റെ ഗ്രേവിയിലിട്ട് വേവിക്കും. അല്ല പിന്നെ ഒരു എന്നാന്ന് കടിച്ചാൽ ഒരു എന്നാന്ന് റബ്ബർ പോലെ ഉണ്ടാവും അധികമായാൽ. ഇതായി ഓൾറെഡി. ഇപ്പം ഉള്ള ഈ ഒരു പാകത്തിൽ വേണം ചെമ്മീനെ മാറ്റി വെക്കുക. ഈ ഫ്രൈ ചെയ്ത് അതേ എണ്ണയിൽ തന്നെ ഉള്ളി വഴറ്റണം. അല്ലെങ്കിൽ നമ്മൾ പാത്രം ഒന്ന് ചെറുതായി മാറ്റി, ഉള്ളി കാരണം നമുക്ക് ദമ്മൂടാണല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെമ്മീൻ ഉണ്ടാക്കിയ സെയിം എണ്ണ ഈ വലിയ പാത്രത്തിലോട്ട് മാറ്റിട്ടോ. ഇതിലേക്ക് സവോള കുനുകുനാന്നരിഞ്ഞ് വെച്ച് ചോപ്പറിലരിഞ്ഞ്. ചോപ്പറിലരിഞ്ഞ് ഇന്ന് ചോപ്പറിലരിഞ്ഞ സവാളയാ കുനുകുനാന്നരിഞ്ഞുണ്ട്. ഇവിടെ ഒക്കെ ഉണ്ട്. ഞാൻ 4 ഒരു മീഡിയം സൈസ് സവാള എടുക്കുന്നത് കേട്ടോ. 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് അരിക്ക് 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം സവാള ഇനി ബ്രൗൺ ആവണ്ടേ? ഇതിന് ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇത് ബിരിയാണി നമുക്ക് ആക്ച്വലി പെട്ടെന്ന് ഉണ്ടാക്കാം അല്ലേ? കട്ടിങ് കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കാം. വയറ്റി ഇങ്ങനെ. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ ഇടണ്ടേ?
ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും. ഇതിൽ ഞാൻ വേറെ മസാലയൊന്നും ചേർക്കല്ല. പച്ചമുളകിൻ്റെ എരിവും അതിൽ മാത്രമേ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുള്ളൂ ചെമ്മീനിൽ. പിന്നെ പച്ചമുളകിൻ്റെ എരിവ് ആ ഗ്രേവിയിൽ ഉണ്ടാവുക. ഉള്ളീൻ്റെ കളർ ഇപ്പം മാറി വരാൻ തുടങ്ങി ഉണ്ടല്ലേ? ഓക്കെ. അപ്പം അതിലേക്ക് പിന്നെ ഇതിടുക, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്. അതൊന്ന് പേസ്റ്റ് ആക്കിയതാ? അതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി, നല്ല ഒരുമിച്ച്. എനിക്ക് പച്ചമുളക് അധികം എരിവില്ല, നമ്മൾക്ക് എരിവ് എല്ലാവർക്കും കുറവേ വേണ്ട. അതുകൊണ്ട് 2 പച്ചമുളക് ഇട്ടിട്ട്, അത് എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പം നമ്മൾ ഉള്ളി ഇട്ടു, അതിനകത്തോട്ട് ഇഞ്ചി പച്ചമുളക് ഗാർലിക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതും ഇട്ടു. ഇനി അതും വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ തക്കാളി പേസ്റ്റ് ആക്കുവന്നെയല്ലേ, മിക്സിയിൽ അടിച്ചിട്ട് തോല് കളഞ്ഞിട്ട് മിക്സിയിലടിക്കും. അതിൽ തന്നെ മല്ലിയിലയും പുതിനയിലയും അതിൽ തന്നെ അരക്കും. ഇതിൽ മീഡിയം സൈസ് 2 തക്കാളിയും 1 പിടി പുതിനയിലയും 1 പിടി മല്ലിയിലയും കൂടി അരച്ച് വെച്ചതാണ്. അപ്പം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വേഗം വഴറ്റിയെടുക്കാം. മറ്റേ തക്കാളി മുറിച്ചിട്ടാൽ കുറേ സമയം വഴറ്റിക്കൊണ്ടിരിക്കണം. ഇതിലിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചതച്ച് വെച്ചതിട്ടു. പിന്നെ ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടെ കുറച്ച് നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് തക്കാളിയും മല്ലിയിലയും പുതിനയിലയും അരച്ചതാണ് ഞാൻ ചേർക്കുന്നത്. എന്താ വെച്ചാൽ എല്ലാം അരച്ച് ചേർത്താൽ പിന്നെ വേഗം അത് വഴറ്റി കിട്ടും. അല്ലെങ്കിൽ തക്കാളി ഇങ്ങനെ ഉടയുന്നത് വരെ കാത്തിരിക്കണം. ഈ ഇടയ്ക്കിടയ്ക്ക് കൂട്ടും കുറക്കും ചെയ്തുകൊണ്ടിരിക്കട്ടോ രഞ്ജി. ഓക്കെ. ഒരേ തീര് വെച്ചാൽ ഇതിങ്ങനെ വയറ്റുന്ന ഭയങ്കര നല്ല മണം വരുന്നു, നല്ല സുഖം. ഇനിയിപ്പോൾ എടുക്കുന്നുണ്ടോ, വീഡിയോ എടുക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ഞാൻ ഗരം മസാല എടുത്തിട്ട് പോയിട്ട് എടുത്തോ. ഇതിലേക്ക് ആദ്യം പിന്നെ കുറച്ച് ഉപ്പിടണേ. ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ടോ. എല്ലാ വ്ളോഗർമാരും പറയുന്നേക്കുന്നത് ഉപ്പിട്ടാൽ വേഗം വരണ്ട് വരുന്നു. ഉള്ളി എത്രമാത്രം വഴറ്റിയെടുക്കുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നേരത്തെ നമ്മളിട്ട ഉള്ളി ഇപ്പോൾ ചുരുങ്ങി ഇത്രയായില്ലേ. കരിയാതെ നോക്കണം. പക്ഷെ നന്നായി വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി പേസ്റ്റ് ഒഴിക്കുന്നതിന് മുന്നേ ഗരം മസാല ഇടുക. എത്ര? ഈ കുഞ്ഞു സ്പൂണിന്. ഇത് ടീസ്പൂൺ അല്ല, എങ്ങനെയാ പറയാ അറിയില്ല. അതെ, ഈ ഒരു സ്പൂണിൽ നമ്മൾ രണ്ട് സ്പൂൺ ഇട്ടു അല്ലേ? ഇങ്ങനത്തെ ഒരു കുഞ്ഞി സ്പൂൺ. വേറെ മസാലയൊന്നും ഇടുമല്ലോ അതിന്. ഓക്കെ. ആകെ ഗരം മസാല മാത്രം ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ തക്കാളി പച്ചമുളകല്ല, തക്കാളിയും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പറയാം. തക്കാളിയും പുതിനയിലയും മല്ലിയിലയും കൂടെ അരച്ച് വെച്ചത് നമ്മൾ ഇടും. യെസ്, ഐ റിമെമ്പർ. അയ്യോ, അത് നമ്മൾ ഇട്ടു. അപ്പൊ വേറൊരു മണം വരാൻ തുടങ്ങി, നല്ല മണം. പിന്നെ അതിന്റെ എല്ലാം ഒന്ന് വരണ്ട എണ്ണ തെളിഞ്ഞു വരും. ഓക്കെ. മല്ലിയിലയും പുതിനയിലേക്ക് കുറച്ച് നമ്മൾ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടാ. എന്തിനാ? 1.5 മണിക്കൂർ. അതിൽ അണുക്കളുണ്ടാവും. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അത് കളയാനല്ലേ. അതിപ്പോ നമ്മൾ എന്തുണ്ടാക്കുന്നതിന് മുന്നേയും അങ്ങനെ ചെയ്യണ്ടേ, മല്ലിയിലൊക്കെ ഉപയോഗിക്കുമ്പോ? കുക്കിംഗ് പഠിക്കുന്നതുകൊണ്ടാണ് ഞാൻ മല്ലിയിലയും പുതിനയിലൊക്കെ എന്ത് ഇലകളും ഉപ്പുവെള്ളത്തിൽ ഇത്തിരി മഞ്ഞളും ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചാൽ നല്ലതാണ്. ഓക്കെ. എന്നിട്ട് 2-3 തവണ വാഷ് ചെയ്യണം ഇട്ട് എടുക്കുമ്പോൾ. എല്ലാവരും കേട്ടല്ലോ, നല്ലപോലെ വാഷ് ചെയ്യണം. എൻ്റെ കൂടെ കുക്കിംഗ് പഠിക്കുന്നവർക്കൊക്കെ ഉള്ള ഓരോ ടിപ്സ് അല്ലല്ലോ ഇത്, എന്താ പറയാ, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ടിപ്സ് ഒന്നും പറയാൻ എനിക്കൊന്നും അറിയില്ല. പക്ഷെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. അമ്മക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ലേ? ഇഷ്ടാണോ?
അല്ലേ? എന്തെങ്കിലും പറ. എനിക്ക് വെജിറ്റേറിയൻ ഉണ്ടാക്കാൻ ഇഷ്ടം, നോൺ വെജ് കുറവാണ്. പക്ഷെ എന്നാലും ഉണ്ടാക്കുമല്ലോ. ഉണ്ടാക്കും. എനിക്ക് പക്ഷെ അങ്ങനെ ഒരു ഇഷ്ടമൊന്നുമില്ല കുക്ക് ചെയ്യാൻ. കുക്ക് ചെയ്യാൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ചിലവർക്ക് ഇപ്പൊ കുക്കിംഗ് എന്ന് പറയുമ്പോ ഭയങ്കര ഇഷ്ടം ഉണ്ടാവുമല്ലോ ചെയ്യാനൊക്കെ. എനിക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല. പിന്നെ ഗതികേട് കൊണ്ട് ഉണ്ടാക്കണം എന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് പഠിക്കാന്ന് വിചാരിച്ചതാ. ഭയങ്കര ചിലപ്പോ ചെയ്ത് വരുമ്പോ ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ? ഇപ്പം അങ്ങനൊരു ചെയ്യണം എന്നുള്ളൊരു സാധനം ഇല്ലാത്തത് കൊണ്ടായിരിക്കും. ഇപ്പൊ എല്ലാം കണ്ടില്ല, എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതാണെന്നല്ലേ. അതൊന്ന് എടുത്ത് കാണിച്ചു കൊടുക്കോ? കുറച്ച് അങ്ങോട്ട് പിടിക്കാൻ പറ്റുമോ? ആ ഓക്കെ, അത് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പാത്രത്തിൽ നിന്ന് മാറി മാറി വരുന്ന സൈഡില്. ഞാനത് സൂം ചെയ്ത് കാണിച്ചു തരാം. വെയിറ്റ്. ഇതിലേക്ക് നമ്മൾ വയറ്റി വെച്ച ചെമ്മീൻ ഇടും. ഈ മസാലയിലോട്ടാണ് നമ്മളിപ്പോൾ വയറ്റി വെച്ച ചെമ്മീൻ ഇടാൻ പോകുന്നത്. ഓക്കെ, അതിട്ടു ഗൈസ്. ഇത് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിക്കുക. ഉപ്പെല്ലാം നോക്കണം ഈ സമയത്ത്. മസാലയിൽ ഉപ്പുണ്ടോ, ചെമ്മീനും എല്ലാം ഉപ്പുണ്ടല്ലോ. അപ്പം ചെമ്മീൻ ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കുക. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് ഇതിനിപ്പം എല്ലാം വയറ്റി. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നത് ക്യാമറ ഇടയ്ക്ക് നോക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, ഷൂട്ട് ചെയ്ത് തരാൻ വേറെ ആരും ഇല്ല. ഇനിയിപ്പോൾ ഇത് എല്ലാം ഉപ്പൊക്കെ നോക്കി പിന്നെ ഒരു 10 മിനിറ്റ്, ഒരു കുറച്ച് നേരം, ചെമ്മീൻ ഓൾറെഡി കുറച്ച് നേരം നമ്മൾ വേവിച്ച് തന്നല്ലോ, ഒരു മസാല എല്ലാത്തിനൊന്ന് ആവുന്നവരെ അടച്ചു വെച്ച് വേവിക്കുക. ഓക്കെ, അപ്പൊ ഈ വെള്ളം എന്തിനാ ഇവിടെ കൊണ്ടുവച്ചേ? വെള്ളം തിളപ്പിച്ച വെള്ളമാണ്. ഇത്തിരി വെള്ളം വേണമെങ്കിൽ ഒന്ന് ഈ സ്പൂണൊക്കെ. ഓക്കെ, കുറച്ച് വെള്ളം വേണമെങ്കിൽ തിളപ്പിച്ച വെള്ളം തന്നെയാ കേട്ടോ. വേണമെങ്കിൽ നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കാൻ പാടില്ലോ ഇനി. ഓക്കെ, പച്ചവെള്ളം ഇനി ഒഴിക്കരുത്, എല്ലാം തിളപ്പിച്ച വെള്ളം. ഇത് അടച്ചു വെക്കും. മസാലയൊക്കെ ആയി, ഉപ്പ് നോക്കി, ഉപ്പ് ഓക്കെ ആയി. അപ്പം അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു കുറച്ച് സമയം ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേവിക്കും. ഓക്കെ, പിന്നെ പണിയില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ ദമ്മിടുക, റൈസിൻ്റെ മുകളിൽ ദമ്മിടുക. അത് അടിയിൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ട് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ റൈസ് വിട്ടിട്ട് ഒരു 10 മിനിറ്റ് ദമ്മിട്ടാൽ നമ്മുടെ ബിരിയാണി റെഡി. വെരി സിമ്പിൾ. പക്ഷെ ഇവൾക്ക് നട്ട്സ് ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ നട്ട്സ് അങ്ങനെ. എനിക്ക് നട്ട്സ് വെറുതെ തിന്നാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ബിരിയാണിനകത്ത് നട്ട്സ് വരുമ്പോഴേ ഒരു സുഖമില്ല. ഇടയ്ക്ക് മറ്റേ നമ്മൾ നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ കിസ്മിസ് ഒക്കെ വരും, അപ്പോൾ ഒരു മധുരം വരും, അതെനിക്കിഷ്ടമല്ല. ചില ബിരിയാണിയിൽ പൈനാപ്പിളൊക്കെ ഇടില്ലേ ചില സ്ഥലത്ത്, അതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. ബിരിയാണി എന്ന് പറയുമ്പോൾ കുറച്ചിങ്ങനെ അങ്ങനെ മധുരമൊന്നും വേണ്ട അതിൻ്റെ ഇടയിൽ. ഞാൻ പായസത്തിലൊക്കെ കിസ്മിസും അണ്ടിപ്പരിപ്പും അതൊക്കെ കഴിക്കും, പക്ഷെ ബിരിയാണിയിൽ എനിക്ക് എന്തോ ഇഷ്ടമില്ല. ഞാൻ ഉണ്ടെങ്കിൽ മാറ്റി വെക്കും സൈഡിലോട്ട്. അതുകൊണ്ട് നമ്മൾ ബിരിയാണിയിൽ നട്ട്സ് ഇടാറെന്ന് വെച്ചാൽ കുറേ ഗസ്റ്റും അങ്ങനെ അച്ഛനൊക്കെ വരുമ്പോഴും പിന്നെ കുറേ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ നമ്മളിടും. ഇപ്പം നമ്മൾ മാത്രം ഉണ്ടാകും. ഇപ്പം ഇന്നിപ്പോൾ ഞാനും അമ്മയും അമ്മമ്മയും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ കാര്യമാക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഇടണം കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇടണം, ഇഷ്ടമല്ലാത്തവർ ഇടണ്ട. എന്നെ പോലെയുള്ളവരുണ്ടെങ്കിലും. ഹണ്ടർ എന്തിനാണാവോ കുരക്കുന്നുണ്ട്. എന്നാ പറ്റിയ ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ. നീ ആക്കുമ്പോൾ കുറച്ച് വെള്ളമാക്കണം കേട്ടാ. ഇത്ര വെള്ളമാക്കണം. എന്താ വെച്ചാൽ അല്ലെങ്കിൽ കഷ്ണം വേവേണ്ട കഴിഞ്ഞ് വേവുകയും ചെയ്യും, അടിക്കും പിടിക്കും. നമ്മൾ കുറച്ച് മസാല അടിയിലിടും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇടും. ഞാനങ്ങനെ ഇടല്, ചിലവർ റൈസ് തന്നെ കാണിച്ചു കൊടുക്കാം. ഇത്ര പോലെ വെള്ളം വേണം. ഇത്ര. അത് ഓണാക്കിയാ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം, എന്നാലേ ചെമ്മീൻ വേവാനുണ്ടെങ്കിൽ വേവുള്ളൂ, അടിക്കും പിടിക്കില്ല. പായ് കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് റൈസ് ഇട്ട് മറ്റേ ദമ്മിട്ട് നമ്മളെ മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ബിരിയാണി റെഡി.
ഇന്ന് രാത്രിത്തെ ഫുഡ് ബിരിയാണിയാണ്, കുറച്ച് ഹെവിയാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, നമുക്ക് ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യം വന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ വൈകിട്ടാണ് ഉണ്ടാക്കുന്നത്. മസാല റെഡി. ഇനി നമുക്ക് മസാല വേറെ പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ദമ്മിടാം. ഓക്കെ, മസാല ഞാൻ കാണിച്ചു തരാമേ, പാത്രത്തിലോട്ട് മാറ്റിയിട്ട് എങ്ങനെയാണുള്ളതെന്ന്. നല്ല മണം, വായിന്ന് വെള്ളം വരുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുള്ളൂ, കാരണം അച്ഛനും അമ്മമ്മയൊക്കെ വരണമല്ലോ, എല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ കഴിക്കുക. നമ്മൾ ദമ്മിടാൻ പോവാണ്. ദമ്മിടുമ്പോൾ ആദ്യം ഞാൻ കുറച്ച് മസാല അടിയിലാക്കാം, എണ്ണയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ എണ്ണ ആദ്യം ചേർക്കലില്ല. അപ്പോൾ ഫസ്റ്റ് ലെയർ കുറച്ച് മസാലയാണ് നമ്മൾ ഇടുന്നത്. മസാല ഒന്ന് എല്ലാവരും നെയ്യാന്ന് പുരട്ടുക, ഞാൻ നെയ്യ് പുരട്ടുന്നില്ല. ഓക്കെ, നെയ്യ് വേണ്ടവർക്ക് നെയ്യ് പുരട്ടാം. നെയ്യ് പുരട്ടിയാൽ കുറച്ചും കൂടെ യമ്മി ആവും. ഇനി ഇതിൻ്റെ മുകളിൽ ചോറിടട്ടെ. മുകളിലേക്ക് ചോറ് കുറച്ചും കൂടി തണിയാനായിരുന്നു. ഇപ്പം അത് ഉടന്ന് വരുമല്ലോ, അതിലിട്ടാലും ആവൂലേ? നമ്മൾ ചോറ് രണ്ടാമത്തെ ലെയർ ചോറിടാണ്. മസാല ഇട്ട് ചോറിട്ടു. ഇനി ആദ്യം മസാല ഇട്ട് ചോറിടും അല്ലേ? കുക്കറിന് കാണാം, കുക്കറിൻ്റെ ബാക്ക് പകരം കാണാം. അത് കുഴപ്പമില്ല, എല്ലാവരുടെ വീട്ടിലെ കുക്കറും അങ്ങനെ തന്നെയായിരിക്കും. ഹണ്ടുവിന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് അവൻ ഇപ്പം കുരക്കുന്നത്. അവൻ കളിക്കുന്ന സമയമാണ്. ഈ മസാലയും കൂടി പുറത്ത് കളിക്കാൻ ഇറങ്ങണം, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഒച്ചയാക്കുന്ന അപ്പുറത്തുനിന്ന്. ഇന്ന് നമ്മൾ വ്ളോഗ് എടുക്കാൻ നിന്നതുകൊണ്ട് ഹണ്ടുവിൻ്റെ ടൈം കഴിഞ്ഞു പോയി. ഓക്കെ, സോ നമ്മൾ ദമ്മ ഇട്ടു. ഇനി അടച്ചു വെക്കുക, അല്ല മല്ലിയില ഇടണം അല്ലേ? ഇനി ഇതിൻ്റെ മുകളിൽ മല്ലിയിലയും കൂടി ഇട്ട് അടച്ചു വെക്കും. സോ നമ്മുടെ പ്രോൺസ് ബിരിയാണി ഇതാണ്. ഇത് രാഖി സ്പെഷ്യൽ പ്രോൺസ് ബിരിയാണിയാണ്. ദമ്മിടുമ്പോൾ നമ്മൾ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റും. പിന്നെ നമ്മൾ മല്ലിയില തൂക്കി കൊടുക്കുക. ഈ സമയത്ത് നട്ട്സും ഒക്കെ ഇടാം. നമ്മൾ നട്ട്സ് ഇട്ടിട്ടില്ല. ഇനി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അപ്പുറത്തെ അടുപ്പത്ത് കൊണ്ടുവെക്കും. അപ്പോൾ നമുക്ക് കൊണ്ടുവയ്ക്കാം. നോൺ സ്റ്റിക്ക് പാത്രം ചൂടാക്കി നല്ല ചൂടാകുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ആ പാത്രം എടുത്ത് വെച്ചാൽ നല്ല ചൂടാവണം. ആ പാത്രം നല്ല ചൂട്. പിന്നെ സിമ്മിലിട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് ദമ്മിടുക. പാത്രം നന്നായി ചൂടാകുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ പാത്രം എടുത്ത് വെക്കും. അപ്പം നന്നായി ചൂടായി. നമുക്കിത് ദമ്മിടാം. മുട്ടുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ചെമ്മീൻ കറി ചൂടാക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞില്ലേ സംഭവം? കഴിഞ്ഞില്ലേ? ചെമ്മീൻ ബാക്കി വന്നത് കറി വെക്കുന്നത്. അല്ല, ഇത് സംഭവം കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കാണിച്ചു തരും. യെസ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇതേ ദമ്മിടാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരം ഹണ്ടറിനെ ഒന്ന് പുറത്ത് കളിപ്പിക്കാൻ ഇറങ്ങണം. അവൻ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ കുറേ നേരമായി, അവൻ എപ്പോഴും കളിക്കുന്ന സമയം കഴിഞ്ഞു. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ലേറ്റ് ആയി പോയില്ലേ. അപ്പോൾ കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ചിട്ട് കുളിച്ചൊക്കെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് ബിരിയാണിന്നും ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം. ഒബ്വിയസ്ലി ടേസ്റ്റ് എന്തായാലും നല്ലതായിരിക്കും. എനിക്ക് എപ്പോഴും അമ്മേൻ്റെ ഏറ്റവും നല്ലൊരു ഡിഷാണ്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് അടിപൊളിയാണെന്നുള്ളതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം എങ്ങനെയാണ് കാണാനിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ നേരത്ത് കാണാം. ഫുഡ് കഴിക്കാൻ നേരത്ത് പിന്നെ അധികം വീഡിയോ എടുത്തില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ആസ്വദിച്ചങ്ങ് കഴിക്കുകയായിരുന്നു. നല്ല യമ്മി ആയിരുന്നു ബിരിയാണി. അപ്പം നിങ്ങളും എന്തായാലും ട്രൈ ഔട്ട് ചെയ്യൂ. എന്നിട്ട് എനിക്ക് കമൻസിൽ വന്നിട്ട് പറയൂ കേട്ടോ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്രോൺസ് ബിരിയാണിയാണ്. എന്നിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചൊരു ഇൻസ്റ്റഗ്രാമിൽ, ഞാൻ എന്തായാലും നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കണ്ണൂർ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ എന്നോട് കമൻസിൽ പറയുമോ. അമ്മയ്ക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ അമ്മേനെയും കൊണ്ട് ഉണ്ടാക്കിക്കാം. അപ്പോൾ എനിക്കും പഠിക്കാമല്ലോ.
അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക എൻ്റെ ചാനൽ. അതുപോലെ കമൻറ്റും ചെയ്യൂ. എന്തെങ്കിലും ഫീഡ്ബാക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റും ചെയ്യൂ. ഞാൻ എന്തായാലും അതൊക്കെ ഗോ ത്രൂ ചെയ്യുന്നതായിരിക്കും. ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും.